നമസ്കാരം. നമ്മുടെ മനസ്സുണ്ടല്ലോ, മനസ്സ് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉറച്ചു നിൽക്കാൻ മനസ്സിന് പറ്റാത്തത് കൊണ്ട് ആ മനസ്സിനെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി തുടങ്ങിയതായ ഇന്ദ്രിയങ്ങൾ ആ മനസ്സിനെ കീഴ്പ്പെടുത്തുമെന്ന് പറഞ്ഞാൽ സ്വവശത്താക്കും, അതിൻ്റെ വശത്താക്കും. എന്തിൻ്റെ? ഇന്ദ്രിയങ്ങളുടെ വശത്താക്കും മനസ്സിനെ. അപ്പം ഇന്ദ്രിയങ്ങളുടെ വശത്താക്കുമ്പോൾ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, അങ്ങനെയുള്ള ആ വിഷയങ്ങൾക്ക് നേരെ ഇന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക് തുടങ്ങിയതായ ഇന്ദ്രിയങ്ങളിലൂടെ ഇപ്പം കണ്ണിലൂടെ കാഴ്ചകളുമായി, മൂക്കിലൂടെ ഘ്രാണം, മണവുമായി, അപ്പം ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളുമായി മനസ്സ് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും, അല്ലേ? അപ്പം ഈ മനസ്സ് ഈ ഇന്ദ്രിയങ്ങൾക്ക് കീഴടങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പം ഈ ചക്ഷുരേന്ദ്രിയത്തിലൂടെ ചക്ഷുരേന്ദ്രിയത്തിലൂടെ കാഴ്ചകൾ കണ്ട് മടുത്ത മനസ്സിനെ, ചക്ഷുരേന്ദ്രിയത്തിലൂടെ കാഴ്ചകൾ കണ്ട് മടുത്ത മനസ്സിനെ, ആ മനസ്സിനെ സ്തോത്രേന്ദ്രിയമായ ചെവി കേൾക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കും. ഇനി സ്തോത്രേന്ദ്രിയത്തിലൂടെ കേട്ടുമടുത്ത ആ മനസ്സിനെ ത്വക്കിന്ദ്രിയം എന്ത് ചെയ്യും? ത്വക്കിന്ദ്രിയം ഇങ്ങനെ തൊടാൻ വേണ്ടിയിട്ട് വിളിക്കും, ത്വക്കിന്ദ്രിയം. ഇനി ത്വക്കിന്ദ്രിയത്തിലൂടെ തൊട്ട് മടുത്ത മനസ്സിനെ രസനേന്ദ്രിയമായ നാക്ക് പല വിധത്തിലുള്ള സ്വാദ്, ടേസ്റ്റ്, രുചി ഇതൊക്കെ അറിയാൻ വേണ്ടി ബലമായിട്ട് മനസ്സിനെ ഇങ്ങനെ വലിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോകും മനസ്സിനെ ബലമായിട്ട്. ഇനി ഈ രസനേന്ദ്രിയത്തിലൂടെ എല്ലാം കഴിച്ചു മടുത്ത മനസ്സിനെ ഘ്രാണേന്ദ്രിയമായ മൂക്ക് ഇങ്ങനെ മാടി വിളിക്കും, അല്ലേ? അപ്പം ഇങ്ങനെ മാറി വിളിക്കുന്ന ഈ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, മാറി വിളിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് അടിമയായിട്ട് മനസ്സ് ഓരോ വിഷയങ്ങളിൽ നിന്നും, കണ്ണിൻ്റെ വിഷയമായ കാഴ്ചയിൽ നിന്നും, ഘ്രാണം മണത്തിൻ്റെ വിഷയമായ ഈ ഇന്ദ്രിയങ്ങളിലേക്ക്, മൂക്കിൻ്റെ വിഷയമായിട്ടുള്ള ഘ്രാണത്തിലേക്കും, അങ്ങനെ ഓരോ വിഷയങ്ങളിൽ നിന്നും വിഷയങ്ങളിലേക്ക് ഇങ്ങനെ ചാടി പോയിക്കൊണ്ടിരിക്കും മനസ്സ്. ഈ മനസ്സിങ്ങനെ ചാടി പോകുമല്ലോ. ഈ കുരങ്ങൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊമ്പിൽ നിന്നും വേറൊരു കൊമ്പിലേക്ക് ചാടും. അതേമാതിരി മനസ്സ് ഒരു വിഷയത്തിൽ നിന്നും മറ്റൊരു വിഷയത്തിലേക്ക് പോകുന്നത് കൊണ്ടാണ് മനസ്സിനെ കുരങ്ങനോട് ഉപമിച്ചിരിക്കുന്നത്. അതിങ്ങനെ ഒരു വിഷയത്തിൽ നിന്നും മറ്റൊരു വിഷയത്തിലേക്ക് ഇങ്ങനെ പോകുന്നത് കൊണ്ട് അപ്പം ഇതിനെ നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോ വിഷയത്തിൽ നിന്നും അടുത്ത വിഷയങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ 2-ാമത്തെ അധ്യായത്തിൽ 60-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്,
60-ാമത്തെ ശ്ലോകത്തിൽ യതതോ ഹ്യപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി അരന്തി പ്രസഭം മനഃ. അപ്പൊ ഈ ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിന് കൊടുത്തതായ മനസ്സ് ഭുജിച്ചതായ തീറ്റിച്ചതായ മനസ്സിന് കൊടുത്തതായ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ആ ഗന്ധാദി രൂപരസഗന്ധാദി ആ വിഷയങ്ങൾ എല്ലാം ആലോചിച്ചു കൊണ്ടിരിക്കും. ഇങ്ങനെ മനസ്സ് ഇങ്ങനെ ആലോചിച്ചിട്ട് ക്ഷീണിക്കും, ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. അപ്പം പകൽ സമയത്ത് നടന്നതിനെ ചിന്തിച്ചുകൊണ്ട് രാത്രിയിൽ മനസ്സിങ്ങനെ കിടക്കും, ഇങ്ങനെ ആലോചിച്ച് കിടക്കും. അപ്പം ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി അഹോരാത്രം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് മെനക്കെട്ട് വിഷമിച്ച് ദുഃഖിച്ച് ക്ലേശിച്ച ആ മനസ്സിനോട് ഒരു ദയവും ഒരു ദാക്ഷിണ്യവും ഈ ഇന്ദ്രിയങ്ങൾ കാണിക്കില്ല. അല്ലേ? അതാണ് പ്രമാദീനി എന്ന് പറഞ്ഞത്. അപ്പം ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ നിന്നും, ഇന്ദ്രിയങ്ങളുടെ പിടിയിലാണല്ലോ മനസ്സ്. അപ്പം ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ നിന്നും വിട്ടു നിൽക്കണമെങ്കിൽ നമ്മൾ സ്വയം എത്ര പ്രയത്നിച്ചാലും സാധ്യമല്ല. മനസ്സിൻ്റെ അടിമയാണ്. മനസ്സിൻ്റെ അടിമയാണ് ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങളിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അല്ലേ? രക്ഷപ്പെടണ്ടേ? ഇന്ദ്രിയങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണ്ടേ? അപ്പം എന്ത് ചെയ്യണം? മനസ്സിൻ്റെ യജമാനനായ ആത്മാവിന് വിട്ടുകൊടുക്കണം. അപ്പം ഭഗവാനെ ശരണം പ്രാപിക്കണം, ആത്മാവിനെ തന്നെ ശരണം പ്രാപിക്കണം. അപ്പം അതിന് ഭഗവത് കൃപ വേണം, ഗുരു കൃപ വേണം. അത് അത്യാവശ്യമാണ്. ഗുരുവിൻ്റെ കൃപ അത്യാവശ്യമാണ്. അപ്പം സാധന ചെയ്യണം, വേദശാസ്ത്ര വിചാരം അതൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് പ്രയോജനം ചെയ്യും. അങ്ങനെയാണ് നമുക്കതൊക്കെ പ്രയോജനമുണ്ടാകുന്നത്. അപ്പം ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്യും? ഇന്ദ്രിയങ്ങൾ മനസ്സിനെ ഇങ്ങനെ തട്ടിപ്പറിച്ച് ഇങ്ങനെ കൊണ്ടുപോകുമല്ലോ. കൊണ്ടുപോയി എങ്ങനെയെങ്കിലും ഇന്ദ്രിയങ്ങളുടെ വശത്താക്കും. തട്ടിപ്പറിച്ച് കൊണ്ടുപോയി ഇന്ദ്രിയങ്ങൾ മനസ്സിനെ ആ ഇന്ദ്രിയങ്ങളുടെ വശത്താക്കും. അപ്പം മനസ്സ് ആത്മാവിനെ ശരണം പ്രാപിച്ചാൽ ആത്മജ്ഞാനം ഉണ്ടാകും. ഇപ്പം ഈ ഇന്ദ്രിയങ്ങൾക്ക് ആത്മാവിൻ്റെ അടുത്ത് ചെല്ലാൻ സാധ്യമല്ല. ഇന്ദ്രിയങ്ങൾക്കൊന്നും ആത്മാവിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല. കാരണം അവർക്ക് ഈ ഇന്ദ്രിയങ്ങൾക്ക് അവിടെ പ്രവേശനം ഇല്ല. ഇന്ദ്രിയങ്ങൾക്ക് ആത്മാവിൻ്റെ അടുത്ത് പ്രവേശനം ഇല്ല. അപ്പം അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെ അകറ്റി നിർത്താൻ വേണ്ടി നമ്മൾ മനസ്സുകൊണ്ട് എപ്പോഴും നിരന്തരം ആത്മവിചാരം ചെയ്തുകൊണ്ടേയിരിക്കണം. നിരന്തരം ആത്മവിചാരം ചെയ്യണം. നിരന്തരം ആത്മവിചാരം ചെയ്യുമ്പോൾ ആത്മാവിൻ്റെ അടുത്ത് ഇന്ദ്രിയങ്ങൾക്ക് പ്രവേശനമില്ലാത്തത് കൊണ്ട് ആത്മവിചാരം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്വരൂപത്തിനെ അറിയാൻ സാധിക്കും. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ സ്വരൂപത്തിനെ അറിയാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.